ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു ഊട്ടി യാത്ര പോയാലോ? തലേ ദിവസം വളരെ വൈകിയാണ് അച്ഛൻ ഞങ്ങളോട് ചോദിച്ചത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ഒപ്പു ചേച്ചിയും യെസ് പറഞ്ഞു. പിന്നെ അമ്മയെ ആദ്യമായിട്ടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. നാടുകാണി ചുരത്തിലെത്തിയപ്പോൾ ഞങ്ങൾ വെച്ചു ഇനി വണ്ടി ചാർജ് ചെയ്തിട്ടാവും ബാക്കി യാത്ര എന്ന്. അങ്ങനെ ഞങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളെ വണ്ടി ചാർജ് ആവുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ആരെയൊക്കെയോ വിളിച്ച് അവിടെ നിന്ന് ചാർജിങ് സ്റ്റേഷനിലൊക്കെ ഓണാക്കി. അപ്പോൾ അച്ഛൻ ചോദിച്ചു നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന്. എന്തായാലും റെസ്റ്റോറൻറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കോഫി കുടിക്കാനായി പോയി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നു. അങ്ങനെ ഗൂഡല്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തി. അപ്പോഴാണ് അവിടുത്തെ MLA അവിടേക്ക് വന്നത്. ആരാണെന്നും ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ VIP ആണെന്ന് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് നേരം ഞങ്ങൾ അവരെയൊക്കെ നോക്കി നിന്നെങ്കിലും ചാർജ് ആവുന്നവരെ ഇനി ഞങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതിട്ട് ചോദിച്ചു നമുക്കൊരു ഗോൾഡ് സോഡ ട്രൈ ചെയ്താലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു ഗോൾഡ് സോഡയൊക്കെ വാങ്ങി. അത് കണ്ടപ്പോൾ ഒപ്പു ചേച്ചിക്കും ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ട്രൈ ചെയ്യുന്നതാട്ടോ ഈ വീഡിയോ. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് വീക്ഷിച്ച ശേഷം പിന്നെ ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങി. ആസ് യൂഷ്വൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും എല്ലാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ടിനെ വിളിച്ചപ്പോൾ ആദ്യമായിട്ടിന് ഇഷ്ടമായില്ല എന്നുള്ള ഭാവമാട്ടോ ഇപ്പോൾ കാണുന്നത് ലാസ്റ്റിലേക്കുള്ളത്. പിന്നെ ആ ഷോപ്പിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ചോക്ലേറ്റ് ടോയ്സിനെ കണ്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ആ ഡൈനോസേഴ്സിൻ്റെ ടോയ് ആയിരുന്നു. വണ്ടി ഏകദേശം ചാർജ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്ര. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ആ യാത്ര. പിന്നെ ഞങ്ങൾ ഒരു ഡാം കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു ഇതാണ് ഈ ഡാം എന്ന്. അവർ പറഞ്ഞു മുക്കുർത്തി ഡാം എന്നാണ് ഈ ഡാമിൻ്റെ പേരെന്ന്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കുതിരകളെ കാണാൻ തുടങ്ങി. ഒരാൾ കുതിരപ്പുറത്തിരുന്ന് സവാരി ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നത് ഞങ്ങൾ കാണാൻ സാധിച്ചു. എന്ത് മനോഹരമായ യാത്ര. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി. അച്ഛനിവിടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും ഞങ്ങൾക്കിതൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ആ കാണുന്നത് നമ്മുടെ രമ മാമാണ്, ഈ സ്കൂളിൻ്റെ ഓണർ. ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ വേണ്ടി അവരവരുടെ ഗസ്റ്റ് ഹൗസ് ഞങ്ങൾക്ക് തന്നു. ഉച്ച സമയമാണെങ്കിലും നല്ല തണുപ്പായിരുന്നു. സ്വെറ്ററും മഫ്ലറും എല്ലാം അവർ ഞങ്ങൾക്ക് തന്നു. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തുപോയി. നല്ല ഹോട്ടൽ ഏതാണെന്ന് അന്വേഷിച്ച് ഞങ്ങളുടെ കാറിൻ്റെ ചാർജ് ഏകദേശം തീരാനായിരുന്നു. അങ്ങനെ EV ചാർജിന് ശേഷം തിരഞ്ഞ് പോയ സമയത്ത് ഞങ്ങൾ ഊട്ടി കളക്ട്രേറ്റ് കണ്ടു. EV ചാർജിങ്ങും ഹോട്ടൽ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഹോട്ടൽ ജൂനിയർ കുമരപ്പ എന്ന ഹോട്ടലിലായിരുന്നു. ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസും അമ്മയും ഓപ്പു ചേച്ചിയും ആദിയേട്ടനും ചിക്കൻ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് കഴിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ലൗഡേൽ ടോയ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങോട്ടേക്ക് പോകാനുള്ള ഗൂഗിൾ മാപ്പ് നോക്കുകയായിരുന്നു ആദ്യമായിട്ട്. ഞാൻ വിളിച്ചപ്പോൾ ഒരു ഹായ് പറഞ്ഞ് വീണ്ടും മാപ്പ് നോക്കി തുടങ്ങി. അങ്ങനെ വലിയ ദൂരമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ലൗഡേൽ സ്റ്റേഷന് മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. രജിസ്റ്റേർഡ് പോസ്റ്റൽ സർവീസ് നിർത്തുകയാണെന്നുള്ളത് പത്രത്തിൽ എപ്പോഴോ വായിച്ചതായി ഞാൻ ഓർത്തു. ടോയ് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് അവിടേക്കൊരു ടോയ് ട്രെയിൻ വന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങൾ ലാസ്റ്റ് ടോയ് ട്രെയിനോട് ബൈ ബൈയും പറഞ്ഞു. ബൈ ബൈ. പിന്നെ നല്ല ആംബിയൻസും നേച്ചറും എല്ലാം കൂടി ആയപ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസും ഒരുപാട് കിട്ടി. പിന്നെ ഓട്ടമായി ചാട്ടമായി അങ്ങനെ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. അങ്ങനെ തണുപ്പ് കൂടിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ ലൗഡേലിനോടും ബൈ ബൈ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയായപ്പോൾ നല്ല കോട ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നല്ല സൗകര്യം, വെൽ ഫേർണിഷ്ഡും അതേപോലെ കോസി ആംബിയൻസും തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾ ഊട്ടിയിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അതിമനോഹരമായി തോന്നി തുടങ്ങിയിരുന്നു. ഞങ്ങൾക്ക് കാവൽക്കാരനായി ഒരു നായക്കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാം. രാത്രിയിലും ഊട്ടിയുടെ ഭംഗി അതിമനോഹരമായിരുന്നു. നല്ല തണുപ്പായതിനാൽ ഞങ്ങൾ എല്ലാവരും ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. കോഫി കുടിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്.
അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം അവരുടെ അടുത്ത് ബൈ ബൈ പറയാനായിട്ട് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ നടന്നു. കാർ ചാർജ് ഞങ്ങൾ അവിടെ തന്നെ ആയതുകൊണ്ട് കാറും ഫുൾ ചാർജായി. ഒപ്പം ഞങ്ങളും ഫുൾ ചാർജായി നാട്ടിലേക്ക് പോവാൻ. അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞു ഞങ്ങൾ പ്രകൃതി ആസ്വദിച്ച് യാത്ര തിരിച്ചു വരും വഴി ലൗഡേലിനോടും ഇന്നലെ കണ്ട എല്ലാ സ്ഥലത്തോടും ഞങ്ങൾ യാത്ര പറഞ്ഞു മടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ അൺഎക്സ്പെക്റ്റഡ് ഊട്ടി യാത്ര? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.